കഥാപാത്രങ്ങളുടെ എക്കാലവും സിനിമാ പ്രേക്ഷകരെ അമ്പരപ്പിക്കുന്ന നടനാണ് മമ്മൂട്ടി. കളങ്കാവൽ എന്ന അദ്ദേഹത്തിന്റെ പുതിയ ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേക്ഷകർ. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് കളങ്കാവൽ. നൻപകൽ നേരത്ത് മയക്കം, കാതൽ, റോഷാക്ക്, കണ്ണൂർ സ്ക്വാഡ്, ടർബോ, ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ബോയ്സ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണിത്. ഇപ്പോഴിതാ കളങ്കാവൽ എന്ന വാക്കിന്റെ അർത്ഥത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ. എന്താണ് കളങ്കാവൽ? തെക്കൻ തിരുവിതാംകൂറിൽ, പ്രത്യേകിച്ച് കന്യാകുമാരിയുടെ അടുത്തുള്ള ഭാഗത്തുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ നടന്നുവരുന്ന ഒരു ആചാരമാണ് കളങ്കാവൽ. കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്ന പ്രതീകാത്മക ചടങ്ങാണിത്. കളങ്കാവൽ സമയത്ത് മാതൃ തിരുമുടി തലയിലേന്തി ദേവി ദാരികനെ തിരയും. ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിൽ തങ്കത്തിരുമുടിയുമായി എത്തുന്ന ദേവി ഒരു വിസ്മയ കാഴ്ചക്കാരിയാണ്. തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിൽ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ട് കളങ്കാവൽ നടക്കാറുണ്ട്. ദിഗ്ബലി എന്നാണ് ഈ ആചാരത്തിന്റെ ആദ്യ ചടങ്ങിന്റെ പേര്. രണ്ടാമത്തെ ചടങ്ങാണ് കളങ്കാവൽ. കളത്തിന് കാവൽ നിൽക്കുക എന്നൊരു അർത്ഥം കൂടിയുണ്ട് കളങ്കാവന് എന്ന് സംവിധായകനായ ജിതിൻ കെ ജോസ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. മലയാളത്തിലും തമിഴിലും ഈ വാക്ക് ഒരേ അർത്ഥം തന്നെയാണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് പ്രേക്ഷക സിനിമ കാണുമ്പോൾ മനസ്സിലാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രൈം ത്രില്ലർ ജോണറിലാണ് ചിത്രം ഒരുക്കുന്നത്. ഉള്ളിൽ കിടക്കുന്ന വിഷയം നമുക്ക് പിടിച്ചു നിർത്താനാകില്ല, അത് എപ്പോഴെങ്കിലും പുറത്തു വരും എന്ന ക്യാപ്ഷനോടാണ് ട്രെയിലർ തുടങ്ങുന്നതും. മമ്മൂട്ടിക്കൊപ്പം വിനായകനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. സിനിമയിലെ വില്ലൻ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത് എന്ന് റിപ്പോർട്ടുണ്ട്. വ്യത്യസ്തമായ ലുക്കിലാണ് മമ്മൂട്ടി കളങ്കാവിൽ എത്തുന്നത്.